ഇന്ന് മാർച്ച് 26. ഏതാണ്ട് ഇന്നേക്ക് ഒരു 6-ാം ദിവസം നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യ വേഴ്സസ് ഹോങ്കോങ് ഏഷ്യ കപ്പ് ക്വാളിഫയർ മത്സരത്തിന് പന്ത് ഉരുളാൻ പോവുകയാണ്. ഇപ്പോ നമ്മുടെ എത്ര മുൻനിര മാധ്യമങ്ങൾ വേണ്ട രീതിക്ക് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ആലോചിച്ച് നോക്കിയേ. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ടിവിയുടെ ഒക്കെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട്. ഓരോ ന്യൂസ് ചാനലും ഞാൻ മാറ്റി മാറ്റി വെച്ച് നോക്കുന്നുണ്ട്. അതേപോലെ ഓൺലൈൻ മീഡിയാസിലാണെങ്കിലും ഈ ന്യൂസ് ചാനലുകളുടെ ഒക്കെ പേജസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. സോ ആരും ഒരു മുൻനിര മാധ്യമവും ഇങ്ങനെ ഒരു മത്സരം നടക്കുന്നതിനെ പറ്റിയിട്ട് വേണ്ട രീതിക്കുള്ള യാതൊരു റിപ്പോർട്ടുകളും തന്നിട്ടില്ല എന്നുള്ളത് ഭയങ്കര വിഷമമേറിയ ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഫുട്ബോൾ വളരുന്നത്? പിന്നെ എങ്ങനെയാണ് ഈ രാജ്യത്ത് ഫുട്ബോൾ വളരുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. അവിടെ ഇവിടെ ചിലപ്പോൾ പറഞ്ഞു പോകുന്നുണ്ടാവും, 31-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി ആയിരിക്കും ചിലപ്പോൾ കേട്ടോ പറയുന്നത്, നാളെ കൊച്ചിയിൽ ഇതുപോലെ ഒരു കളി നടക്കുന്നുണ്ട്, ഇന്ത്യ വേഴ്സസ് ഹോങ്കോങ് മത്സരം നടക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോകുമായിരിക്കും. പക്ഷെ അങ്ങനെയാണോ? ഒന്ന് സോഷ്യൽ മീഡിയ ഒന്ന് എടുത്ത് നോക്കുക. നമ്മളുടെ ഇപ്പം സോഷ്യൽ മീഡിയ അതിൽ തന്നെ ഫുട്ബോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആണെങ്കിലും ഈ ഒരു സംഭവത്തെ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, അവരെങ്ങനെയാണ് അത് ആഘോഷിക്കുന്നത്? പോട്ടെ, ഫാൻസ്, ഫുട്ബോൾ ആരാധകര്, നമ്മളിവിടെ എന്തോ വലിയൊരു സംഭവം നമുക്ക് വന്ന ആ ഒരു പ്രതിനിധിയിൽ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ മാധ്യമങ്ങളൊന്നും ഇത് കാണുന്നില്ല. അവര് മുഴുവൻ എല്ലാവരും ഇലക്ഷന്റെ പുറകെ, രാഷ്ട്രീയം, ഇത് തന്നെ പരിപാടി. ഈ ന്യൂസ് ചാനൽ വെച്ച് കഴിഞ്ഞാല് രാഷ്ട്രീയം മാത്രം, രാഷ്ട്രീയം വേണ്ടെന്നല്ല, രാഷ്ട്രീയം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ നമുക്ക് വേണ്ട ഒരുപാട് മേഖലകൾ ഇവിടെ ഉണ്ട്. അപ്പോ ഈ മേഖല ഇപ്പൊ ഞാനിപ്പോ സ്പോർട്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഫുട്ബോളിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഫുട്ബോൾ എന്ന് പറയുന്ന സാധനത്തിന് എത്ര വാല്യൂ നമ്മുടെ മാധ്യമങ്ങളും കൊടുക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. സോ ഈ ഇടയ്ക്ക് നമ്മളൊരു മാധ്യമ ഒരു വോർ നമ്മൾ കണ്ടിരുന്നു. ഞാൻ പറയുന്നത് മെസ്സി വരുന്ന ആ ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. സോ ആ ഒരു സമയത്ത് നിങ്ങൾ കണ്ടതാണ് അവര് എന്തോരം ന്യൂസുകളും എന്തോരം അറ്റൻഷനുമാണ് ആ ഒരു പ്രശ്നത്തിന് കൊടുത്തത് എന്നുള്ളത്. ഒരു കൂട്ടർ പറയുന്നത് മെസ്സി കടവന്ത്ര എത്തി, കടവന്ത്രയെന്ന് വേണ്ട നമ്മുടെ നേരെ കലൂരോട്ടുള്ള റോഡ് പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഒരു ടീം പറയുന്നു മെസ്സി വരുത്തില്ല, മെസ്സി വന്ന ഫ്ലൈറ്റ് ക്യാൻസൽ ആയി, മെസ്സിക്ക് വരാൻ പറ്റത്തില്ല, മെസ്സി തിരിച്ചുപോയി, മെസ്സി കാക്കനാട് വരെ വന്നിട്ട് തിരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു കൂട്ടര്. അപ്പം എല്ലാവരും കൂടി ചേർന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. അന്നും ശരിക്കും ഒരു ഭയങ്കര അറ്റൻഷൻ ആ ഒരു സംഭവത്തിന് കൊടുത്തായിരുന്നു, മെസ്സി വരുവോ ഇല്ലയോ എന്നുള്ളത്. മെസ്സി വരുവോ ഇല്ലയോ എന്നുള്ളതല്ല, അത് ഇന്ത്യയുടെ നാഷണൽ ടീം കൊച്ചിയിൽ വരികയാണ്. അവരിവിടെ വന്ന് കളിക്കുകയാണ്. അതും ഏഷ്യ കപ്പ് ക്വാളിഫയർ കളിക്കാനാണ് വരുന്നത്. നിങ്ങൾ എവിടെ ഇവിടുത്തെ മാധ്യമങ്ങൾ എവിടെ? നിങ്ങളിതൊന്ന് റിപ്പോർട്ട് ചെയ്യൂ. അല്ല, ഇതേപ്പറ്റി ചർച്ച കാര്യങ്ങൾ ഒക്കെ റെഡിയാക്കേണ്ട ഒരു സമയമല്ലേ ഇത്? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു തവണ ഡ്യൂറൻ കപ്പില് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഗോകുലം കേരള മത്സരം നടക്കുകയാണ്. അന്ന് ഞാൻ ഇതേപോലെ തന്നെ ഞാൻ മാധ്യമങ്ങളിലൊക്കെ നോക്കി, കാരണം കേരള ഡെർബി ആദ്യമായിട്ടാണ് കേട്ടോ. കേരള ഡെർബി ഫസ്റ്റ്, രണ്ട് സീനിയർ ടീമും തമ്മിലുള്ള മത്സരമാണ്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങും റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടില്ല. ഞാൻ അന്നേരം ഇങ്ങനെ വെറുതെ തമാശന് ഗൂഗിളിൽ നിന്ന് നമ്പറൊക്കെ എടുത്തിട്ട് ഏതോ ഒരു ചാനലിലോട്ട്, എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് ആണോ മനോരമയാണോ എനിക്കറിയില്ല, ഏതോ ഒരു ചാനൽ, ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ചാനലിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അന്നേരം അവര് എന്താ പരിപാടി, എന്താ സംഭവം? ഈ ഡ്യൂറൻ കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടക്കുന്നുണ്ടേ, ഇന്ത്യയിലെ ഒരു വലിയ ടൂർണമെന്റ് ആണ് എന്നൊക്കെ പറയും. അവരതേപ്പറ്റി ബോധേഡ് പോലും അല്ല. അപ്പൊ ഇങ്ങനെയുള്ള മാധ്യമങ്ങളും ഇങ്ങനെയുള്ള രീതികളും ഒക്കെ ആണെങ്കിൽ ഫുട്ബോൾ വളരുക എന്ന് പറയുന്നത് ഭയങ്കര കഠിനമാണ് എന്ന് തന്നെയാണ്. ആളുകൾ കൂടുതലും കാണുന്നതും ആളുകളിലേക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ എത്തിക്കാനും വേണ്ടിയിട്ടാണല്ലോ ഈ ന്യൂസ് ചാനലുകൾ എന്ന് പറയുന്നത്. പക്ഷെ അവര് ഇതൊന്നും അല്ല ചെയ്യുന്നത്. അത്യാവശ്യം വേണ്ട ഒരു കാര്യങ്ങളും അല്ല അവർ ചെയ്യുന്നത്. അവര് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ അവരുടെ കണ്ണിൽ, രാഷ്ട്രീയ ചർച്ചകൾ മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയം ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം പക്ഷെ നമുക്ക് വേണ്ട കാര്യങ്ങൾ കൂടി നാട്ടുകാരുടെ അടുത്തേക്ക് എത്തിക്കണ്ടേ? അല്ലെങ്കിൽ ഇനിയിപ്പോ ഇവര് അടുത്ത വലിയ വാഹനം കുത്തിയിരുന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ദുരന്തമൊക്കെ നടക്കണം. എവിടെയെങ്കിലും ബോംബ് പൊട്ടുവോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വേറെ സുനാമി അടിക്കുകയോ, അല്ല ഭൂകമ്പം നടക്കുകയൊക്കെ ചെയ്യണം. എങ്കിലേ ഇവര് രാഷ്ട്രീയം വിട്ട് വേറൊരു മേഖല പിടിക്കത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, താങ്ക് യു. മാധ്യമങ്ങൾ നിങ്ങളാരും അറിഞ്ഞിട്ടില്ലെങ്കിൽ കേട്ടോ, 31-ാം തീയതിയാണ് ഇന്ത്യ ഹോങ്കോങ് മത്സരം. കേരളം കണ്ട ഒരു വലിയ പരിപാടിയായിരിക്കും അത്. മൈക്ക് എടുത്തോണ്ട് അന്നേരം വരണം കേട്ടോ അങ്ങോട്ടെ. ശരി.